SSLC ഫലപ്രഖ്യാപനം ഉണ്ടായി. SSLC പരീക്ഷയിൽ 99.5% വിജയമുണ്ടായി. കഴിഞ്ഞ വർഷം 99.69 ആയിരുന്നു വിജയശതമാനം. 0.19% ഇത്തവണ കുറവുണ്ടായി. റെഗുലർ വിഭാഗത്തിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫിലുമായി പരീക്ഷ എഴുതിയ 4,27,020 വിദ്യാർത്ഥികളിൽ 4,24,583 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 61,449 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കി. കഴിഞ്ഞ വർഷം ഇത് 71,831 ആയിരുന്നു. SC വിഭാഗത്തിൽ 39,981 പേർ പരീക്ഷ എഴുതിയതിൽ 39,447 കുട്ടികൾ വിജയിച്ചു. ST വിഭാഗത്തിൽ നിന്നും 7,279 കുട്ടികൾ പരീക്ഷ എഴുതി. 7,135 പേർ വിജയിച്ചു. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ എഴുതിയ 68 പേരിൽ 46 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. പഴയ സ്കീം പരീക്ഷ എഴുതിയ 6 പേരിൽ 4 പേർ വിജയിച്ചു. വിജയ ശതമാനം കൂടുതൽ കണ്ണൂർ റവന്യൂ ജില്ലയിലാണ്. 99.87% വിജയം. കഴിഞ്ഞ തവണ കോട്ടയമായിരുന്നു മുന്നിൽ. വിജയശതമാനം കുറവ് തിരുവനന്തപുരമാണ്. 98.59% വിജയശതമാനം. കഴിഞ്ഞ വർഷവും തിരുവനന്തപുരത്ത് വിജയശതമാനം കുറവായിരുന്നു. പാല, മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലകൾ 100% വിജയം സ്വന്തമാക്കി. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലാണ്. 98.28%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കിയതിന്റെ നേട്ടം ഇത്തവണയും മലപ്പുറം വിദ്യാഭ്യാസ ജില്ല നിലനിർത്തി. 4,215 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷം 4,934 ആയിരുന്നു. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ മലപ്പുറം എടരിക്കോട് PKMM-HSS ആണ്. 2,017 പേർ എഴുതിയതിൽ 2,013 പേരും വിജയിച്ചു. 2,331 സ്കൂളുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടി. 856 സർക്കാർ സ്കൂളുകളും 1,034 എയ്ഡഡ് സ്കൂളുകളും 441 അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് 100% വിജയം നേടിയത്. പരീക്ഷാഫലം ഔദ്യോഗികമായ വെബ്സൈറ്റുകൾക്ക് പുറമെ ഇത്തവണ ഡിജി ലോക്കറിലും ലഭ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷ 28 മുതൽ ജൂൺ 2 വരെ നടത്തും. ജൂൺ അവസാന വാരം ഫലം പ്രഖ്യാപിക്കും. ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാവുന്നതാണ്. മാർച്ച് പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. SSLC പരീക്ഷയുടെ മാർക്ക് ഷീറ്റ് കുട്ടികൾക്ക് നേരിട്ട് നൽകുന്നതിന് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. പരീക്ഷാഫലം പ്രഖ്യാപിച്ച് 3 മാസങ്ങൾക്ക് ശേഷം പരീക്ഷാ സെക്രട്ടറിയുടെ പേരിൽ 500 രൂപയുടെ DD സഹിതം പരീക്ഷാ ഭവനിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മാർക്ക് ഷീറ്റ് നൽകുന്നതാണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സേ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം കൂടി കഴിഞ്ഞ് ജൂൺ 3-ാം വാരം മുതൽ ലഭ്യമാകും. അതുപോലെ SSLC പരീക്ഷയിൽ ലക്ഷദ്വീപിൽ വിജയശതമാനം ഇത്തവണ കുറഞ്ഞു. 95.75 ആണ് വിജയശതമാനം. പോയ വർഷങ്ങളിൽ ഇത് 97.19% 9 സ്കൂളുകളിലായി ലക്ഷദ്വീപിൽ ആകെ 447 വിദ്യാർത്ഥികളാണ് കേരള സിലബസ് SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 428 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി. 3 പെൺകുട്ടികൾ ഉൾപ്പെടെ 4 വിദ്യാർത്ഥികൾ എല്ലാ പരീക്ഷകൾക്കും A+ നേടി. 218 ആൺകുട്ടികളും 210 പെൺകുട്ടികളുമാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. പെൺകുട്ടികളിൽ 5 പേർക്ക് മാത്രമാണ് ഉപരിപഠന യോഗ്യത നഷ്ടമായത്. 215 പെൺകുട്ടികളും 232 ആൺകുട്ടികളുമാണ് ആകെ പരീക്ഷ എഴുതിയത്. പോയ വർഷം പരീക്ഷ എഴുതിയ 285 പേരിൽ 277 പേരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിരുന്നു. കേരളത്തിൽ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം PKMM-HSS എടരിക്കോട് സ്കൂളിലാണ്. 2017 കുട്ടികളാണ് എഴുതിയത്. അതിൽ 2013 കുട്ടികളും വിജയിച്ചിരുന്നു. 99.8% വിജയം. 299 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് സെന്റ് ജോസഫ് സ്കൂൾ പെരട്ട, കണ്ണൂരാണ്. ഒരു വിദ്യാർത്ഥിയാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. അതുപോലെ വിജയശതമാനം കുറഞ്ഞ സ്കൂളുകളെ കുറിച്ച് അന്വേഷിച്ച് ജൂൺ 2-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശങ്ങളും നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വിജയശതമാനം കുറഞ്ഞ ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിലെ 20 സ്കൂളുകളുടെ പട്ടിക ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്കൂളുകളുടെ വിജയശതമാനം എന്തുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി വേണം റിപ്പോർട്ട് സമർപ്പിക്കാൻ. മാത്രമല്ല, ഹയർ സെക്കൻഡറി പ്രവേശന നടപടികളുടെ നിർവഹണത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ കൺവീനറായി 5 അംഗ അഡ്മിഷൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കമ്മിറ്റിയിൽ ഹയർ സെക്കൻഡറി IT കോർഡിനേറ്റർ ആയിട്ടുള്ള അധ്യാപകരടക്കം 4 സീനിയർ സെക്കൻഡറി അധ്യാപകരും ഉണ്ടാകും. കൂടാതെ കമ്മിറ്റിയുടെ കാര്യക്ഷമമായ മേൽനോട്ടവും പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അതാത് സ്കൂൾ പ്രിൻസിപ്പൽമാർക്കായിരിക്കും. ബാച്ചുകൾ കൂടുതൽ
കൂടുതലുള്ള സ്കൂളുകളിൽ കൂടുതൽ അധ്യാപകരെ അഡ്മിഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. ബാച്ചുകൾ കൂടുതലുള്ള സ്കൂളുകളിൽ കൂടുതൽ അധ്യാപകരെ അഡ്മിഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാനും പ്രിൻസിപ്പൽമാർക്ക് അധികാരമുണ്ടാകും. പ്രവേശന നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ സ്കൂളിലെയും അഡ്മിഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള പ്രിൻസിപ്പലിന്റെ നടപടിക്രമത്തിന്റെ പകർപ്പ് ഏകജാലകം പ്രവേശനം നിയന്ത്രിക്കുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് അയക്കണം.